എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. ബാർ കൈക്കൂലി കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് ബിജു രമേശ്. അന്വേഷണ വിവരങ്ങൾ പുറത്തുപോകുന്നു. മൊഴിമാറ്റം നടത്താൻ ജോസ് കെ മാണിയും സമ്മർദ്ദം ചെലുത്തി. ബിജു പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെന്ന് കെ മാണി. കൃത്യമായി മൊഴി നൽകാത്തതിന് പിന്നിൽ ഒത്തുകളിയെന്ന് പിണറായി വിജയൻ. ആലപ്പുഴയിലും ഇടുക്കിയിലും VHPയുടെ മതം മാറ്റിയത് ക്രിസ്തുമത വിശ്വാസികളെ. ഇടുക്കി ഏലപ്പാറയിൽ 37 കുടുംബങ്ങൾ ഘർ വാപ്പസിയിൽ പങ്കെടുത്തുവെന്ന് അവകാശവാദം. MR മുരളി CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ, ഗോകുൽദാസിനെ മാറ്റി നിർത്തി. DN വാസവൻ CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി. പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി CK രാജേന്ദ്രൻ തുടരും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാടൻ കുതിപ്പ്. കിരീടത്തിനായി ആതിഥേയർ പൊരുതുന്നു. അപ്പീൽ വർധനവിൽ DDEമാർക്കെതിരെ നടപടിക്ക് സാധ്യത. ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്തവയെന്ന് പരാതി. ദക്ഷിണാഫ്രിക്കയുടെ AB ഡി വില്ലിയേഴ്സിന് ഏകദിന ക്രിക്കറ്റിലെ വേഗമേറിയ സെഞ്ചുറി. വിൻഡീസിനെതിരെ 31 പന്തിൽ സെഞ്ചുറി. കോറി ആൻഡേഴ്സന്റെ റെക്കോർഡ് തിരുത്തി. രാഷ്ട്രപരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് 4 വിക്കറ്റിന് തോറ്റു. ബാർ കോഴക്കേസിൽ മൊഴി മാറ്റാൻ ജോസ് കെ മാണി MPയും സമ്മർദ്ദം ചെലുത്തുന്നതായി ബിജു രമേശ്. ബാർ ഉടമ ജോൺ കല്ലാട്ടിനോട് പണം കൈമാറിയില്ലെന്ന മൊഴി നൽകാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടുവെന്ന് ബിജു രമേശ് വെളിപ്പെടുത്തി. അതേസമയം കോഴ കൈമാറിയതിന്റെ തെളിവുകൾ അടങ്ങുന്ന അനിമോന്റെ ശബ്ദരേഖ നാളെ വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ് വ്യക്തമാക്കി. ബാർക്കോഴ കേസിൽ മന്ത്രി PJ ജോസഫിന് പുറമെ ജോസ് കെ മാണി MPയും മൊഴി മാറ്റാൻ ബാർ ഉടമകളെ സ്വാധീനിക്കുന്നതായി ബിജു രമേശ് ആരോപിച്ചു. ബാർ ഉടമ ജോൺ കല്ലാട്ടിനോട് പണം നൽകില്ലെന്ന് മൊഴി നൽകാൻ ജോസ് കെ മാണി MP ആവശ്യപ്പെട്ടു. ജോസ് കെ മാണി ശ്രീ ജോൺ കല്ലാട്ടിനെ വിളിച്ചാണ് പറഞ്ഞത്, ഈ പൈസ കൊണ്ടുപോയെങ്കിലും അത് നിങ്ങൾ അകത്ത് കൊടുത്തില്ല, തിരിച്ചു കൊണ്ടുവന്നു. ഒരു മാണി സാർ മേടിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി എന്ന് പറയാം. KM മാണിയുടെ പാലായിലെ വീട്ടിലെത്തി പണം കൈമാറിയതിന്റെ തെളിവുകളടങ്ങുന്ന അനിമോന്റെ ശബ്ദരേഖ നാളെ വിജിലൻസിന് കൈമാറുമെന്നും ബിജു രമേശ് പറഞ്ഞു. കോഴ കൊണ്ടുപോയി കൊടുത്തതും രണ്ടാമത് 50 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തത് അനിമോനും സെക്രട്ടറിയും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കൂടി ചേർന്നാണ്. എന്ന് വെച്ചാൽ ഇന്നലെ പോയ 4 പേരായിരുന്നു രണ്ടാമത്തെ 50 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തത്. അത് അതിൻ്റെ അനിമോൻ സംസാരിക്കുന്ന വിവരങ്ങളും, അതുകൂടാതെ തന്നെ ഈ 312 പെട്ടവർ 2 കോടി രൂപ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ വിവരങ്ങളും അനിമോൻ സംസാരിക്കുന്ന വിവരങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്ത സാധനം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നാളെ വിജിലൻസിന് എവിഡൻസ് ആയിട്ട് നാളെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ഇപ്പോഴും ശ്രമം നടക്കുകയാണ്. നിയമവകുപ്പ് KM മാണിയുടെ കൈവശമുള്ളിടത്തോളം കാലം സത്യം പുറത്തുവരില്ലെന്നും ബിജു രമേശ് പറഞ്ഞു. മൊഴിപ്പകർപ്പിലെ വിശദാംശങ്ങൾ മന്ത്രിമാർക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ബിജു രമേശ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീ ബിജു രമേശ്, ശ്രീ അജയ് തറയിൽ, ശ്രീ ജോസഫ് M പുതുശ്ശേരി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ PC ജോർജ് തുടങ്ങിയവർ ചർച്ചയിൽ. ആദ്യം ശ്രീ ബിജു രമേശ്, താങ്കൾ ഉന്നയിച്ച പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കൊറോബറേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള മൊഴികളോ തെളിവുകളോ കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിന് ലഭിച്ചിട്ടില്ല. താങ്കളുടെ സുഹൃത്തുക്കളായ ബാർ ഉടമകൾ തന്നെ ഏതെങ്കിലും തരത്തിൽ താങ്കളെ സാധൂകരിക്കുന്ന ഒരു തെളിവുകൾ നൽകുകയോ മൊഴി നൽകുകയോ ചെയ്തിട്ടില്ല. ആ അർത്ഥത്തിൽ KM മാണി കുറ്റപത്രത്തിൽ ഉണ്ടാകുകയില്ല ഈ വിജിലൻസ് കേസിൽ എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഈ ഘട്ടത്തിൽ. പിന്നെയും താങ്കൾ വിജിലൻസിന് തെളിവുകൾ കൈമാറുമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അനിമോൻ വിജിലൻസിനോട് പറഞ്ഞിട്ടില്ല എന്ന് ഇന്നലെ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അനിമോൻ പൈസ കൊണ്ടുപോയി കൊടുത്തുവെന്നും അതിനുശേഷം നടന്നിട്ടുള്ള അനിമോന്റെ സംഭാഷണങ്ങളും ഞാൻ വിജിലൻസിന് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. അവർക്ക് ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അനിമോനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ കഴിയും. രണ്ടാമത് ഈ നമ്മുടെ സംസ്ഥാന ട്രഷറായിരിക്കുന്ന അംബാസിഡർ തങ്കച്ചേട്ടനോടും കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സാജു ഡൊമിനിക്കിനോടും കിറ്റ് വെരിഫിക്കേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. 15 ലക്ഷം രൂപ കോട്ടയത്ത് കൊണ്ടുപോയി മാണിസാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി മുറിക്കകത്ത് നിൽക്കുന്ന ജോൺ കല്ലാട്ടിന് കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ് അവരുടെ മൊഴി. ആ മൊഴി മാറ്റി പറയണമെന്ന് പറഞ്ഞെങ്കിലും അവര് മാറ്റി പറഞ്ഞിട്ടില്ല. അവരത് തന്നെയാണ് രണ്ടാമതും വിജിലൻസിന് നൽകിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും വഴങ്ങണമെന്നില്ല. അവർ കൊണ്ടുപോയി കൊടുത്ത കാര്യം അവർ വളരെ വ്യക്തമായി സ്വാധീനത്തിന് വഴങ്ങാതെ നൽകിയിട്ടുണ്ട്. മൂന്നാമത് ബാക്കി സംഭാഷണം നടത്തിയ അനിമോൻ മാറിയത് കൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രീ ബിജു രമേശ്, ഒന്ന്, ഈ ഡിസംബർ 31-ാം തീയതി നിങ്ങളുടെ തന്നെ യോഗത്തിൽ അനിമോൻ പറഞ്ഞതിന്റെ ശബ്ദരേഖയാണല്ലോ താങ്കളുടെ കൈവശമുള്ളത്. യഥാർത്ഥത്തിൽ അതിന് എന്ത് തെളിവ് മൂല്യമാണുള്ളത്? ഇതേ അനിമോന് തന്നെ ഞാൻ മദ്യത്തിന്റെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്വാധീനത്തിൽ അപ്പോൾ പറഞ്ഞു പോയതാണ് എന്ന് തിരുത്തി പറയാവുന്നതേ ഉള്ളൂ. അതൊരു പ്രധാനപ്പെട്ട തെളിവല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അനിമോനെ ബാക്കി നാർക്കോ അനാലിസിസ് ടെസ്റ്റിനോ
നിങ്ങൾ വിജിലൻസുകാർക്ക് വിധേയമാക്കാമല്ലോ. അനുമോൻ പറയുന്നത് ഇതിന്റെ ലഹരിയിലാണെങ്കിൽ അനുമോന്റെ മനസ്സ് വായിക്കാനുള്ള സംവിധാനങ്ങൾ, പുതിയ ലേറ്റസ്റ്റ് അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അല്ല, ഈ അനിമോൻ, കൃഷ്ണദാസ്, രാജ്കുമാർ, ധനേഷ്, നിങ്ങളുടെ സംഘടനയുടെ നേതാക്കൾ ഇവരാണ് പണം കൊണ്ടുപോയി നൽകിയത് എന്നാണ് താങ്കൾ പറയുന്നത്. അവരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ 4 പേരും ഞങ്ങൾ പണം KM മാണിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം താങ്കൾക്ക് ഈ അനിമോൻ സംസാരിച്ചതിൻ്റെ ഒരു ശബ്ദശകലമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഈ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതേ സമയത്ത് തന്നെ ജോൺ കല്ലാട്ടിന്റെ സമയത്ത് 12:30 മണിക്ക് ജോസ് കെ മാണി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഫോൺ മൊബൈൽ കോൾ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിക്കാന്നുള്ളതാണല്ലോ ഈ കോൾ ലിസ്റ്റുകളൊക്കെ. കോൾ ലിസ്റ്റുകൾ പരിശോധിക്കാം, മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാം. ഇതൊക്കെ പരിശോധിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. പക്ഷേ താങ്കൾ തന്നെ പറയുന്നു ഇപ്പോഴുള്ള വിജിലൻസ് അന്വേഷണ സംഘത്തിന് മേൽ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. മന്ത്രിസഭാ അംഗങ്ങൾ തന്നെ നേരിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള വിജിലൻസ് വിഭാഗം ഇതിൽ പുതുതായി എന്ത് തെളിവ് ശേഖരിക്കാനാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിജിലൻസിന്റെ അഡീഷണൽ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന ജേക്കബ് തോമസ് സാറിനെതിരെ ഒരു കറപ്ഷൻ കേസ് കൊണ്ടുവന്നിട്ട് അതും ഗവൺമെന്റ് പ്രോസിക്യൂട്ടേഴ്സ് ഇരുന്നാണ് ആ കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു ബിനാമിയെ കൊണ്ട് ഒരാളിനെ കൊണ്ട് ഫയൽ ചെയ്യിക്കുന്നത്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അഴിമതി ആരോപണം കേസ് വന്നു എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു പ്രാഥമികമായ ഒരു ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചന നടക്കുന്നുണ്ടാകാം. എന്തായാലും അത് താങ്കളുടെ ആരോപണമാണ്. ശ്രീ ബിജു രമേശ്, താങ്കൾ ഈ ആരോപണം ഉന്നയിച്ച ഒക്ടോബർ 31 ടെലിവിഷൻ ചർച്ചയിൽ തന്നെ താങ്കൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നും ആ തെളിവ് പുറത്തുവിടും എന്നും പറഞ്ഞതാണ്. ചില ശബ്ദരേഖകൾ അടക്കമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം തൊട്ടുപിറ്റേന്ന് താങ്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ ആ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. താങ്കൾ ഒരു തെളിവും ഇതേവരെ പുറത്തുവിട്ടിട്ടില്ല. നാളെ ഈ അനിമോന്റെ സംഭാഷണമുള്ള CD താങ്കൾ വിജിലൻസിന് കൊടുക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ ബോധിപ്പിക്കും വണ്ണം അത് മാധ്യമങ്ങൾക്ക് കൊടുക്കാമല്ലോ. ഏത് മാധ്യമമാണത് സംപ്രേഷണം ചെയ്യാത്തത്? ഞങ്ങൾക്കൊക്കെ തന്നാൽ ഞങ്ങളത് കാണിക്കാം. തീർച്ചയായിട്ടും വിജിലൻസിന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് അതിന്റെ കോപ്പി നിങ്ങൾക്ക് അതിനുശേഷം നൽകാം. നാളെ തരുമോ? തരാം, തീർച്ചയായിട്ടും. ദയവായി ഒരു നിമിഷം തുടരണം. ശ്രീ PC ജോർജ്, KM മാണി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്ന തോന്നലാണ് ഇന്നലെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് മറിച്ചാണ്. ശക്തമായ തെളിവുകൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട് എന്നും ആ തെളിവുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും അത് പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ അവതരിപ്പിക്കാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശ്രീ ബിജു രമേശ്. അദ്ദേഹം ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. നമ്മൾ റിപ്പോർട്ടർ ചാനൽ എനിക്ക് സ്വന്തം ചാനൽ, അതുകൊണ്ട് ഞാൻ എന്ത് പറയാനാ. ഒരു മനുഷ്യൻ 3 മാസമായിട്ട് കൊണ്ടുകിടക്കല്ല. ഇതാ കൊടുക്കുന്നു, പുലി വരുന്നേ. പുലി വന്നപ്പോ വേറെ പൂച്ച പോലും ഇല്ല, എലി പോലും ഇല്ല. മനസ്സിലായില്ലേ? ബിജു രമേശ് എന്ന് പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞ ആൾ കൂടിപ്പോകും. ഫാബ്രിക്കേറ്റ് ചെയ്ത കള്ളക്കേസ് ഉണ്ടാക്കാൻ വിദഗ്ധനായ ഒരു വ്യക്തി എന്നല്ലാതെ എന്താ അർത്ഥം? ആ മനുഷ്യൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ 3 മാസമായില്ലേ? ആ ബിജു രമേശ് പറഞ്ഞ വ്യക്തികൾ മുഴുവൻ ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് കാശ് കൊടുത്തിട്ടില്ല. ഇതിന് ആര് കാശ് കൊടുക്കുന്നേ? ഇപ്പൊ പിന്നെ പറയുന്നത് എന്താ? മനഃപൂർവ്വം കേരള കോൺഗ്രസ് തകർക്കാൻ ശ്രമിക്കുന്ന വൈരാഗ്യ മനസ്സിലുള്ള വിദ്യാവാദിയായി ഈ ബിജു രമേശ് മാറിയിരിക്കുക. അറിയാമോ? അപമാനകരം. വേറൊരു ചാനൽ വർഗീയത പറയുന്നത് കേൾക്കാൻ ഇടയായി ഈ ബിജു രമേശ്. എത്രയോ മ്ലേച്ഛമാണ്, നിങ്ങൾ ആലോചിക്കൂ. തുടരുക ശ്രീ PC. ശ്രീ ബിജു രമേശ്, താങ്കൾ ഈ പറഞ്ഞ ഒരു തെളിവുകളും പൊതുസമൂഹത്തിന് മുന്നിൽ ഇതേവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. 2, താങ്കളുടെ തന്നെ സുഹൃത്തുക്കളായ താങ്കളുടെ അതേ വികാരം പങ്കിടേണ്ട ബാർ ഉടമകൾ താങ്കൾ പറയുന്നതിനൊപ്പം നിൽക്കുന്നില്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ. അപ്പോൾ താങ്കൾ ഈ ആരോപണങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് എന്ന തരത്തിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിനപ്പുറത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഈ PC ജോർജിനെ കുറിച്ച് തന്നെ താങ്കൾ ഒരു ആരോപണം ഉന്നയിക്കുകയും അതിൻ്റെ ശബ്ദശകലം താങ്കളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അതടക്കം ഒന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടില്ല. നാളെ ഞാനത് മാതൃഭൂമി ചാനലിൽ കൊടുക്കാമെന്ന് ഞാൻ ഒരു 10 നിമിഷം മുമ്പ് ഉള്ള സംസാരത്തിൽ ഞാൻ മാതൃഭൂമിയോട് പറഞ്ഞിട്ട് PC ജോർജ് എന്നെ കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് സംസാരിക്കുന്ന ശബ്ദരേഖ നാളെ കൊടുക്കും. ഞാൻ ഓരോന്നും ആ സമയങ്ങളിൽ കൊടുക്കും. അതുകൊണ്ട് ഞാൻ നാളെ കൊടുക്കുമെന്ന് അദ്ദേഹം ഇപ്പൊ ചർച്ചയിൽ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു.
കൊടുക്കുമെന്ന് പറയുകയുണ്ടായി. അതിന്റെ കോപ്പി റിപ്പോർട്ടറിന് തന്നേക്കാം. അതിന്റെ കോപ്പി ശരി. താങ്കൾ അന്ന് പറഞ്ഞത് ഈ പി സി ജോർജ് കാണണം എന്നാവശ്യപ്പെട്ടു എന്ന് മാത്രമല്ലല്ലോ, മാണി സാറിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പി സി ജോർജ് ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു താങ്കളുടെ അന്നത്തെ വെളിപ്പെടുത്തൽ. അതെ, അതിന്റെ ശബ്ദരേഖ ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞല്ലോ. അതായത് ഈ പറയുന്ന, അതായത് മാണി സാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് പി സി ജോർജ് താങ്കളോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ താങ്കൾ നാളെ ഞങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ ഈ പറയുന്ന അനിമോൻ ഈ പണം സമാഹരിച്ച് അത് കെ എം മാണിക്ക് കൊടുത്തതായി വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയും താങ്കൾ നാളെ മാധ്യമങ്ങൾക്ക് നൽകും. ഓക്കെ, ഇനി അതിൽ തർക്കത്തിന് പ്രസക്തിയില്ല ശ്രീ പി സി ജോർജ്. കാര്യങ്ങൾ ആ നിലയ്ക്കാണ്. എനിക്ക് കേട്ടിട്ട് ചെയ്തു വരുന്നു. അതായത് ഇയാൾ എന്നെ ഞാൻ അയാളെ വിളിച്ചിട്ടില്ല. എന്റെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോണിൽ ഞാൻ അയാളെ വിളിച്ച് തെളിയിക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നതല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം. ഇയാളെ ഒന്നും വിളിക്കേണ്ട ഗതികളൊന്നും പി സി ജോർജിനില്ല. എനിക്ക് ഇയാളാരാ? ഒരു കള്ളുകച്ചവടക്കാരനെ വിളിക്കേണ്ട ആവശ്യം. ഞാൻ കള്ളുകച്ചവടക്കാരന്റെ കാര്യം മേടിക്കാറില്ല. പിന്നെ ഞാനെന്ത് കള്ളുകച്ചവടക്കാരനെ വിളിക്കണം? ഈ വിജയ രമേശ് പറഞ്ഞ് ഇയാളെ 17 കൊല്ലം മുമ്പ് ഇയാൾ എന്റെ വീട്ടിൽ എന്റെ MLA കോട്ടേജ് വന്ന് സംസാരിച്ചിട്ട് എന്തിനാണെന്നറിയാമോ? അത് ഒരു KSRTC ഒരു അഴിമതി സംബന്ധമായി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ബില്ല് കൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന് അങ്ങനെ അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ സ്നേഹം എനിക്ക് അയാളോട് കിടപ്പുണ്ട്. ശ്രീ പി സി, താങ്കൾ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത് നിങ്ങൾ തമ്മിൽ അപ്പോൾ എങ്ങോട്ട് വിളിച്ചതായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ നാളെ മാധ്യമങ്ങൾക്ക് നൽകുകയാണ്. കുറെ കാണട്ടെ, കേൾക്കട്ടെ. അപ്പൊ അറിയാം ഈ വിജയ രമേശ് ആരാണെന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, അയാൾ എന്നെ വിളിച്ചതാ. എന്നെ വിളിച്ച് സംസാരിച്ചാൽ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ കാണാൻ പറ്റൂല ഇപ്പോ. അപ്പൊ കാണണമെന്ന് എനിക്ക് നിർബന്ധം. കാരണം നേരത്തെ 17 മുമ്പ് കണ്ടോളൂ. കാര്യം ഈ കാണണമെന്നുണ്ടെങ്കിൽ 2-4 ദിവസം കഴിയുമ്പോൾ ഏതോ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. താൻ എന്റെ വീട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതല്ലാതെ കേസ് സംബന്ധമായി ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അയാളോട് എന്താ സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. മനസ്സിലായില്ലേ? ഏതായാലും മാനസാനെ കുപ്പിലാക്കാൻ വേണ്ടി വിജയ രമേശോട് സംസാരിക്കേണ്ട ഗതികൾ ഇരിക്കണ്ടോ? ശ്രീ ബിജു രമേശ്, ഒന്ന് താങ്കൾ അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വെളിവായതാണ്. അതെന്തെങ്കിലും ആകട്ടെ, താങ്കളുടെ ശബ്ദരേഖ നാളെ പുറത്തു വരുമ്പോൾ എന്താണ് അതിൻ്റെ ആധികാരികത എന്നത് സംബന്ധിച്ച്, അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ചർച്ചയിലേക്ക് പോകാം. ഈ ബാർ കോഴ ആരോപണം, അതിൽ 1 കോടി കെ എം മാണിക്ക് കൊടുത്തു, ബാക്കി 20 കോടിയുടെ കാര്യം, 19 കോടിയുടെ കാര്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു എന്ന കേസുമായി താങ്കൾ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകും, കുറ്റപത്രത്തിൽ കെ എം മാണിയുടെ പേര് വരുത്താനാകുമെന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? താങ്കളെ സഹായിക്കാൻ അല്ലെങ്കിൽ താങ്കൾ പറയുന്നതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് ഉണ്ടാകുമെന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ? എല്ലാവരും മൊഴി മാറ്റി പറയുന്നൊന്നുമില്ല. ഒരാള് ശക്തമായ മൊഴി പറഞ്ഞാൽ മതി. ഇപ്പം ഈ പോയതിൽ എല്ലാവരും തന്നെ മൊഴികൾ, ഏതൊക്കെ ക്രിമിനൽ കേസുകൾ, ഏതൊക്കെ കൊലക്കേസുകളിൽ മൊഴികൾ ചിലപ്പോൾ മാറി പറയാറുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൽ പക്ഷേ ശക്തമായ മൊഴികൾ പറയുന്ന വ്യക്തികളും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് എന്തായാലും അത് തെളിയിക്കാൻ കഴിയും. വിജിലൻസിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് സെൻട്രൽ ഏജൻസിയെ കൊണ്ട് കേസ് തെളിയിക്കും. ആ തെളിയിക്കുന്നതിലേക്ക് വേണ്ടി മാക്സിമം എന്നാലാണ് എല്ലാ. ശ്രീ ബിജു രമേശ്, ഒന്ന് ഈ പറയുന്ന മൊഴി മാറ്റാത്തവർ എന്ന് താങ്കൾക്ക് വിശ്വാസമുള്ള ആളുകൾ, ഒന്ന് താങ്കളുടെ ഡ്രൈവർ, പിന്നെ ഒന്ന് താങ്കളുടെ ഹോട്ടലിലെ മാനേജറോ അക്കൗണ്ടന്റോ മറ്റോ, അങ്ങനെ ഒരാൾ, ഇവർ രണ്ടുപേരും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ ആളുകൾ കെ എം മാണിയെ അദ്ദേഹത്തിൻ്റെ വസതിയിലും ഔദ്യോഗിക വസതിയിലും പോയി കണ്ടു എന്നുള്ളതാണല്ലോ. ഈ പണം കൈമാറി എന്നതിന് അതിനപ്പുറത്തുള്ള യാതൊരു തെളിവും ഇപ്പോഴുമില്ല. പണം കൊടുത്തതായി നിങ്ങൾ പറയുന്ന ആളുകൾ ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറെ എന്ത് തെളിവാണ്? അതെ, ഇപ്പോൾ തന്നെ ഈ പറയപ്പെടുന്ന തങ്കച്ചേട്ടൻ മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല, സാജു ഡൊമിനിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ക്വാളിറ്റി ഉള്ള ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. ആ ക്വാളിറ്റി ഉള്ളവർ അവരുടേതായ ഇന്റഗ്രിറ്റിയും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് സത്യമായി പറയുന്നവരുമുണ്ട്. ചിലർ സ്വാധീനങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാറി പറയുന്നവരുമുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടിതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ, വ്യക്തികളുടെ നമുക്ക് എന്ത് ചെയ്യാൻ. അതല്ല ശ്രീ ബിജു രമേശ്, ഇനിയിപ്പോൾ ഈ തങ്കച്ചൻ മൊഴി മാറ്റി പറയില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ ആയിക്കോട്ടെ, ആ തങ്കച്ചനും കെ എം മാണിക്കല്ല പണം കൊടുത്തത്. ഇല്ല, തങ്കച്ചേട്ടൻ മൊഴി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, അപ്പോഴും പ്രശ്നമുണ്ടല്ലോ. ഈ തങ്കച്ചൻ പണം കൊടുത്തിട്ടുള്ളത് ജോൺ കെല്ലാട്ടിനല്ലേ? തങ്കച്ചൻ കെ എം മാണിക്ക് പണം കൊടുത്തിട്ടില്ലല്ലോ. ഇനി അദ്ദേഹം മൊഴിയിൽ ഉറച്ചു നിന്നാൽ തന്നെ താങ്കൾക്ക് എങ്ങനെ തെളിയിക്കാനാകും അത്?
അത് തെളിയിക്കേണ്ടത് ബാക്കി വിജിലൻസും കൂടി വിചാരിച്ചാലേ തെളിയിക്കാൻ കഴിയുള്ളൂ. ബാക്കി ഇനിയിപ്പോ ജോൺ കല്ലാട്ട്, എടക്കേരി ജോസ് തുടങ്ങിയവരെ മൊഴികൾ എടുക്കാനുണ്ട്. അവർ ആ മൊഴിയിൽ, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ പണം കൊടുത്തതായി സമ്മതിക്കും എന്ന് താങ്കൾ കരുതുന്നു. പക്ഷേ ശ്രീ ബിജു രമേശ്, താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് പൊതുസമൂഹത്തോടായി പറയാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് വളരെ ആധികാരികമായി എന്തുകൊണ്ടാണ് ബോധിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? ഇപ്പോഴും താങ്കൾ പറയുന്നത് കള്ളമാണ്, വസ്തുതാവിരുദ്ധമാണ് എന്ന് ആവർത്തിക്കുന്നു മറുപക്ഷം. കേരള കോൺഗ്രസും ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളും അതിനെ പൊളിക്കാൻ താങ്കളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ താങ്കളെ കൊണ്ട് പറ്റും. പക്ഷെ താങ്കൾ ഇതേവരെയും, നാളെ പൊളിക്കുമെന്ന് പറയുന്നു, പക്ഷേ ഇതേവരെയും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ചോദ്യം ചോദിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതെ, ഞാൻ ഇന്ന് ചേർത്തലയിൽ ഒരു പ്രോഗ്രാം പബ്ലിക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നാളെ CD ഇതിൽ നിന്നും സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിന്റെ കംപ്ലീറ്റ് കോൺവെർസേഷൻസ് എടുത്ത് എനിക്ക് കോപ്പിയാക്കി CD ആക്കി തരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ശരി, ആയിക്കൊള്ളട്ടെ. താങ്കൾ ഇന്നലെ സംസാരിച്ചപ്പോൾ വാദിയിൽ നിന്നും പ്രതിയിൽ നിന്നും പണം വാങ്ങി എന്ന് പറയുകയുണ്ടായി. അതായത് ഈ 312 ബാറുകൾ, തുറന്നു കിടന്നിരുന്ന ബാറുകളിൽ നിന്നും പണം വാങ്ങി എന്ന് പറയുകയുണ്ടായി. ആ ആരോപണവും KM മാണിക്കെതിരെയാണോ? അത് നാളത്തെ CD-യിൽ അവർ, ഞാൻ പറഞ്ഞതല്ല, ഈ പറയപ്പെടുന്ന അനിമോൻ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കോപ്പിയാണ് ഞാൻ നാളെ വിജിലൻസിന് കൊടുക്കുന്നത്. അതിന്റെ കോപ്പി നിങ്ങൾക്കും തരാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ആരോപണവും, താങ്കൾക്ക് അതിന്റെ വസ്തുത അറിയാമല്ലോ, ആ ആരോപണവും KM മാണിക്കെതിരെയാണോ അതോ മറ്റുള്ള ആളുകൾക്കെതിരെയോ? ഇല്ലല്ല, മാണിസാറിന് 2 കോടി രൂപ കൊടുത്തു എന്നാണ് അനിമോൻ പറഞ്ഞത്. 312 ഹോട്ടല് തുറന്ന് പ്രവർത്തിക്കുന്നതിലേക്ക് വേണ്ടി, 412 തുറക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി 2 കോടി രൂപ കൊടുത്തു എന്ന് 312 കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. ശരി, അങ്ങനെയാണ്. ദയവായി തുടരണം. ശ്രീ അജയ് തറയിൽ, അടച്ചുപൂട്ടിയ 418 ബാറുകൾ തുറക്കാൻ വേണ്ടി 1 കോടി വാങ്ങിയതിൻ്റെയും അതുപോലെ ഇത് തുറക്കാതിരിക്കാൻ വേണ്ടി 312 ബാറുകളിൽ നിന്ന് 2 കോടി വാങ്ങിയതിൻ്റെയും തെളിവുകൾ വിജിലൻസ് സംഘത്തിനൊപ്പം മാധ്യമങ്ങൾക്കും നൽകാൻ പോവുകയാണ് ബിജു രമേശ് നാളെ. ഈ കേസ് അങ്ങ് അവസാനിച്ചു എന്ന സന്തോഷം UDF-നെ സംബന്ധിച്ച് അവസാനിക്കുകയാണോ? ശ്രീ ബിജു രമേശിൻ്റെ കേസുകൾക്ക് ഉപോത്ബലകമായ തെളിവുകളില്ലാതെ ആ കേസ് ക്ലോസ് ഡൗൺ ചെയ്ത് ശ്രീ KM മാണിയെ കുറ്റവിമുക്തനാക്കുന്ന ഒരു കുറ്റപത്രമായിരിക്കും അത് ഈ സംബന്ധിച്ച് വരാൻ പോകുന്നത്. കാരണം യാതൊരുവിധ തെളിവുകളും കിട്ടിയിട്ടില്ല. ഈ മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളല്ലാതെ യാതൊരുവിധ അടിസ്ഥാനപരമായ തെളിവുകളും ഇല്ല. മാത്രമല്ല, KPCC ഇന്നലെ ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മദ്യ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും അത് കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന മദ്യനയത്തിൽ ഫോളോ അപ്പ് നടത്താനും വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് പാർട്ടിയുടെ ലൈൻ. ഇപ്പോൾ ഈ മൊഴികളെക്കുറിച്ചും മൊഴി മാറ്റിപ്പറഞ്ഞതിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും എനിക്ക് ഈ മാധ്യമങ്ങളിലൂടെയും ഈ ചർച്ചകളിലൂടെയും വരുന്നതല്ലാതെ യാതൊരു നിജസ്ഥിതിയും നമുക്കറിയത്തില്ല. വിജിലൻസ് കൊടുക്കുന്ന മൊഴികളോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിലോ മറ്റു തലത്തിലോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ എനിക്കാകില്ല എന്നതുകൊണ്ട് ആ വിഷയമൊക്കെ വിജിലൻസിൻ്റെ മുന്നിലും കോടതിയുടെ മുന്നിലും വരുമ്പോൾ തെളിയിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ശ്രീ ബിജു രമേശ് ആദ്യം ഉന്നയിച്ച, ശ്രീ മാനസാറിനെ ഉന്നയിച്ച ആ കാര്യങ്ങൾക്ക് യാതൊരു തെളിവുമില്ലാതെ അത് അടിസ്ഥാനരഹിതമായ ഏതായാലും തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമല്ലോ. ദയവായി തുടരണം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, KM മാണിക്കെതിരെ ഇതാ പുതിയ ഒരു ആരോപണം കൂടി. അദ്ദേഹം ഈ ബാറുകൾ തുറക്കാതിരിക്കാൻ വേണ്ടി അന്ന് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാറുകളിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ബിജു രമേശ് ആരോപിക്കുന്നു. അതിൻ്റെ തെളിവുകൾ അദ്ദേഹം നാളെ മാധ്യമങ്ങൾക്കും നൽകാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഈ ബാക്കി 1 കോടി വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസും അദ്ദേഹം പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ബാർ ഉടമകളുടെ മൊഴി അട്ടിമറിക്കാൻ ജോസ് കെ മാണിയും PJ ജോസഫും ശ്രമിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തുവിടുന്നു. കുരുക്ക് കൂടുതൽ മുറുകുകയല്ലേ? അല്ല, ഇതൊക്കെ വിടുന്നു എന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇതിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആരോപണം മാനിയെ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓരോന്ന് ഇങ്ങനെ മാറ്റി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ആരോപണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? അദ്ദേഹം KM മാണിക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ 3 മന്ത്രിമാർക്ക് കൊടുത്തു, അതിൽ 2 മന്ത്രിമാർ കോൺഗ്രസ് മന്ത്രിമാരാണ്. എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് എന്താണ് അടിസ്ഥാനമുള്ളത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 2 കോടി രൂപ ബാർ തുറക്കാതിരിക്കാൻ
കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞത് ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത് 2 ആളുകളുടെ പേരുകളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. ആ പേരുകാര് ഇന്ന് മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്, നുണക്കഥയാണ് എന്ന് ആ ബാറുകാർ ഇന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? അതുപോലെ പിന്നെ മൊഴി മാറ്റാൻ വേണ്ടി സ്വാധീനിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ, ദയവായി തുടരുക താങ്കൾ ശ്രീ ജോസഫ് പുതുശ്ശേരി. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നിരവധി മന്ത്രിമാർ പണം വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ആ ആരോപണമായി ഉന്നയിക്കാനോ അത് പുറത്തുവിടാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്ന് ബിജു രമേശ് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ ആരുമില്ല എന്ന തോന്നലുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ജീവനിൽ തന്നെ ഭയം ഉള്ളത് കൊണ്ടാണ്, ഈ തെളിവ് ഒരു രക്ഷാ കവചമായി എൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് കരുതുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇതുപോലെ ആരോപണം ഉന്നയിച്ച ഒരാൾക്കൊരു സംരക്ഷണ ബോധം കൊടുക്കാൻ കഴിയാതെ പോകുന്നത്? ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കാശ് കൊടുത്തൊരാൾ പറയാണ് ഞാൻ കാശ് കൊടുത്തു എന്ന്. കാശ് കൊടുത്ത് തെളിയിച്ചില്ലെങ്കിൽ, അനാവശ്യമായ വ്യാജ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അയാളുടെ പേരിൽ കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷാ നടപടിക്ക് വിധേയമാകണം. ഇവിടെ എന്റെ സ്നേഹിതൻ ജോസഫ് പുതുശ്ശേരിയും അജയ് തെറയിലും അതുപോലെ PC ജോർജും ഒക്കെ അവർ ഈ ബിജു രമേശിനെ അയാളൊരു മദ്യവ്യാപാരിയാണ്, അയാൾ പറയുന്നതിന് വല്ല വിശ്വാസ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. മദ്യവ്യാപാരി ആകട്ടെ, പലവ്യഞ്ജന കച്ചവടക്കാരനാകട്ടെ, ആരെങ്കിലും അയാൾ പറയുകയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് ഞങ്ങൾ കാശ് കൊടുത്തോ, തെളിവ് അവർ ഹാജരാക്കുന്നതിന് കാലതാമസം വരുത്തുക, തെളിവ് ഹാജരാക്കാതെയൊക്കെ ഇരിക്കുന്നെങ്കിൽ അത് അവർ തമ്മിലുള്ള കച്ചവട ഇടപാടാണ്. ഇവിടെ മദ്യനയത്തിൽ തന്നെ ഗവൺമെന്റ് എടുത്ത മദ്യനയം തിരുത്തി ഇപ്പൊ പറയുന്നു കൊടുങ്കാറ്റ് പോലെ ഉയർന്നു വന്ന എല്ലാം ശാന്തമായി എന്ന് ശ്രീ AK ആന്റണി പറയുന്നു. എങ്ങനെ സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ഉമ്മൻചാണ്ടിയാണോ ജയിച്ചത്? അതല്ല, നടത്തില്ലെന്ന് പറഞ്ഞതെല്ലാം അത് അങ്ങനെ സമ്പൂർണ്ണ മദ്യനിരോധനം നടന്ന പ്രായോഗികമല്ലെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയാണോ ജയിച്ചത്? അതല്ല സമ്പൂർണ്ണ നിരോധനം എന്ന് വാദിച്ച സുധീരനാണോ ജയിച്ചത്? ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്, ശ്രീ പുതുശ്ശേരി അടക്കം പറയേണ്ടതാണ്. നിങ്ങളൊരു വക്കീൽ നോട്ടീസ് അയച്ചല്ലോ ബിജു രമേശിന് 10 കോടി രൂപ നഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട്. അതിന് തിരിച്ചയാൾ മറുപടിയും തന്നല്ലോ, നിങ്ങൾ കേസുമായി മുമ്പോട്ട് പോകാൻ. എന്താ കേസ് ഫയൽ ചെയ്യാത്തത്? രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നതെന്ന് PC ജോർജും നിങ്ങൾ ഇപ്പൊ പുതുശ്ശേരിയും പറഞ്ഞല്ലോ. ആരാണ് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയത്? ഒരു മന്ത്രിക്ക് മാത്രമല്ല വേറെ കോൺഗ്രസിന്റെ മന്ത്രിമാർക്കും കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് എന്താ അന്വേഷിക്കാത്തത്? പിന്നെ തെളിവുകളൊക്കെ ബിജു രമേശൻ കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന അയാളാണ്. അയാൾക്ക് വിശ്വാസം വേണം. ഈ വിജിലൻസിന്റെ കയ്യിൽ കൊടുത്താൽ അതെല്ലാം റെക്കോർഡ് ചെയ്യുമോ, കൊടുക്കുന്ന മൊഴി അതുപോലെ രേഖപ്പെടുത്തുമോ, അതെല്ലാം സംസ്കരിക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് തമ്മിൽ സംശയമുണ്ടാകാം. മാത്രമല്ല അവരുടെ ലക്ഷ്യം അവർക്ക് ഈ ഹോട്ടൽ ബിസിനസ് നടത്തണമെന്നുള്ളതാണ്, ബാർ നടത്തണമെന്നുള്ളതാണ്. അതിനാണ് ഇപ്പൊ ചില ആളുകൾ മധ്യസ്ഥന്മാരായി KM മാണിയുടെ മകൻ അതുപോലെ PJ ജോസഫ് ഞങ്ങൾ കാശ് കൊടുത്തെന്ന് പറയരുത്, ഞങ്ങൾ അവിടെ പോയതേ ഉള്ളൂ, കാശ് കൊടുത്തിട്ട് അദ്ദേഹം വാങ്ങാതെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഈ കഥകളൊക്കെ മെനഞ്ഞെടുക്കുന്നത് കേരളത്തിലെ അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ശ്രീ അജയ് തറയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഉയരുന്നുണ്ട്. അത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP ജേക്കബ് തോമസിനെ അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ കോടതിയിൽ ഹർജി ചെല്ലുന്നു. ആ ഹർജി തയ്യാറാക്കപ്പെട്ടത് നിയമവകുപ്പിൽ നിന്നാണ്, സർക്കാർ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നാണ് എന്ന ആരോപണം വരുന്നു. അങ്ങനെ ഇഷ്ടമല്ലാത്ത ഉദ്യോഗസ്ഥനെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള തരത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നു. അതൊരാരോപണം. മന്ത്രിമാർ നേരിട്ട് മൊഴി പകർപ്പുകളുമായി ചെന്ന് ആ മൊഴി നൽകിയ ആളുകളോട് വിളിച്ച് നിങ്ങൾ പറഞ്ഞ മൊഴിയുടെ ഒരു സെന്റൻസ് ഒന്ന് മാറ്റിത്തരണം എന്നാവശ്യപ്പെടുകയാണ്. അത്രമേൽ ആസൂത്രിതമായ അട്ടിമറി ഈ കേസിൽ നടക്കുമ്പോൾ ഇത് വേറൊരു അന്വേഷണ ഏജൻസിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഈ തെളിവുകളുമായി ബിജു രമേശ് കോടതിയിൽ പോയാൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ലേ? ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല വിലാഷേ. ഇങ്ങനെ വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടറെ മാറ്റുമ്പോഴല്ലേ ഈ സംഭവം പറയാൻ കഴിയൂ? അല്ല മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാതെ മന്ത്രി ചെന്ന ആളുടെ ഈ മൊഴിപ്പാറ് പോയ ആളുടെ അടുത്താണ് പോയത് എന്ന് പറയുന്നുണ്ടോ? അതെല്ലാം ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളല്ലാതെ ഇന്ന് KM മാണിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ യാതൊരു കഴമ്പുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. KM മാണിക്കെതിരെ പറയുന്നതിന് അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് അടിസ്ഥാനമുണ്ട്. അത് ലൈവാക്കി നിർത്താൻ വേണ്ടി പുതിയ പുതിയ സ്റ്റോറികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്.
ശ്രീ ജോസഫ് പുതുശ്ശേരി പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു ബിജു രമേശ് എന്നാണ് കെ.എം. മാണി ഇതിനൊക്കെ മറുപടിയായി പറയുന്നത്. പരസ്പര വിരുദ്ധമായി അദ്ദേഹം എപ്പോൾ സംസാരിച്ചു? ഒക്ടോബർ 31 മുതൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയല്ലേ? 3 തവണ പണം കൈമാറിയ കാര്യം പറഞ്ഞു. പണം കൈമാറിയ ആളുകളുടെ പേരും തീയതിയും പറഞ്ഞു. അനിമോനും കൃഷ്ണദാസും രാജ്കുമാർ ഉണ്ണിയും ധനേഷും ചേർന്നാണ് 50 ലക്ഷം രൂപ പാലായിലെ വീട്ടിൽ കൊണ്ടുചെന്ന് കൊടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തെ വെച്ച് ജോൺ കെല്ലാട്ടും ഇടശ്ശേരി ജോസഫും MP ധനേഷും കൃഷ്ണദാസും ചേർന്ന് പണം കൊടുത്തെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ ഘടു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ അമ്പിളിയും അതുപോലെ തന്നെ രാജ്കുമാർ ഉണ്ണിയും ചേർന്ന് ഏപ്രിൽ 2-ാം തീയതി മന്ത്രിസഭാ യോഗം നടന്ന അന്ന് രാവിലെ 6:30 ഔദ്യോഗിക വസതിയിൽ എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. അല്ല, അഭിലാഷിനോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷിന്റെ മുമ്പാകെ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്: എനിക്ക് 3 മണിക്കൂർ സാവകാശം തരൂ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിവുകൾ ഹാജരാക്കാം. അഭിലാഷ് മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. അക്കാര്യം അഭിലാഷ് സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഇല്ല, സൗകര്യപൂർവ്വം വിസ്മരിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട്, ബിജു രമേശിനോട് ചോദിച്ചിരുന്നു ആ കാര്യം. അല്ല, അദ്ദേഹം എന്തായാലും കൂടുതൽ തെളിവുകൾ കൊണ്ടുവരട്ടെ. ശ്രീ ജോസഫ് പുതുശ്ശേരി, ഒരു നിമിഷം. സ്വാഭാവികമായി ആ ഒറ്റ വാക്ക്, അല്ല, തെളിവ് കൊണ്ടുവരാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഞാൻ അക്കാര്യത്തിൽ തർക്കിക്കുന്നില്ല. ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ രാജ്കുമാർ ഉണ്ണി, ഈ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്കുമാർ ഉണ്ണി, ബിജു രമേശ് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ യോഗത്തിൽ ഈ കോഴ സംബന്ധിച്ച് നടന്ന ചർച്ചകളുടെ ശബ്ദരേഖ നാളെ മാധ്യമങ്ങൾക്കെല്ലാം നൽകാൻ പോവുകയുമാണ്. ഇന്നലെ രാത്രിയും നിങ്ങൾ ആവർത്തിച്ചത് ഒരു മന്ത്രിയെ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ കോഴ കൊടുക്കാൻ എന്നതിനർത്ഥമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ യോഗത്തിന്റെ ശബ്ദരേഖ വെളിയിൽ വരുമ്പോൾ അതെല്ലാം പൊളിയില്ലേ? ശബ്ദരേഖ വരട്ടെ, ഏതാനും മണിക്കൂറുകളും കൂടെ കാത്തിരുന്നാൽ പോരെ അഭിലാഷ്? അല്ല, ശബ്ദരേഖ വരുന്ന കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. ഇതിനാശങ്ക, തെളിവ് ബിജു രമേശിന്റെ കയ്യിലുണ്ടല്ലോ. ബിജു രമേശ് തെളിവ് ഹാജരാക്കും. ഓരോ ബാർ ഉടമയെയും എങ്ങനെയാണ് മന്ത്രിമാർ അടക്കമുള്ളവർ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ വിവരം കൂടി ബിജു രമേശ് ഇന്ന് പുറത്തുവിടുകയുണ്ടായി. അത്തരത്തിലുള്ള സമ്മർദ്ദം വളരെ ശക്തമാണോ? അല്ല, ഞങ്ങൾ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരല്ല. ഇനി ആരെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ പോയാൽ തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് കൃത്യമായി മൊഴി നൽകാത്തത് വിജിലൻസിൽ? അല്ല, ഞങ്ങൾ കൃത്യമായാണല്ലോ മൊഴി നൽകുന്നത്. ഇതുവരെ പോകാൻ ഞങ്ങളുടെ കേസും മറ്റു കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് സമയം ചോദിച്ചു, സമയം തന്നു. ആ സമയത്ത് തന്നെ ജനറൽ സെക്രട്ടറിയും പിന്നെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും ഇന്നലെ മൊഴി കൊടുത്തു. അത് തന്നെ രാത്രി 7 മണിയായപ്പോഴാണ് തീർന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനൊപ്പം ശ്രീ ബിജു രമേശ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ PC ജോർജ്, ശ്രീ അജയ് തറയിൽ, ശ്രീ D രാജ്കുമാർ.